ഹായ്, ഞാൻ മുഹമ്മദ് റഫീഖ്, മാനേജിംഗ് ഡയറക്ടർ GBC ഗ്രൂപ്പ് ഓഫ് കമ്പനി. കുറേ ആളുകൾ വന്ന് ചോദിക്കുന്നൊരു സംശയമാണ് ജനറൽ ട്രേഡിംഗ് ലൈസൻസും മറ്റുള്ള സാധാ ട്രേഡിംഗ് ലൈസൻസും തമ്മിലുള്ള വ്യത്യാസം. പ്രധാനമായിട്ടും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫുഡ് സ്റ്റഫ് ട്രേഡിങ്ങിൻ്റെ ലൈസൻസ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫുഡ് സ്റ്റഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് ട്രേഡിങ്ങിൻ്റെ ലൈസൻസ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആക്ടിവിറ്റീസ് മാത്രമേ പ്രാക്ടീസ് പറ്റുള്ളൂ എന്ന് മാത്രമല്ല, മറ്റുള്ള ആക്ടിവിറ്റി ഇതിൽ ക്ലബ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ജനറൽ ട്രേഡിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എല്ലാ തരം ട്രേഡിംഗ് ആക്ടിവിറ്റീസും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ട്രേഡിംഗ് ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അപ്രൂവൽ വേണ്ടതായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ജനറൽ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾക്ക് അതിൽ കെമിക്കൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രൂവൽ. അതേപോലെ തന്നെ ഒരു ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജനറൽ ട്രേഡിങ്ങിൽ അയാൾക്ക് ആ ഗോൾഡ് ട്രേഡിങ് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറയുടെ അപ്രൂവൽ വേണ്ടതായിട്ട്. ഇതേപോലെ ജനറൽ ട്രേഡിംഗ് ലൈസൻസിൽ എല്ലാ തരത്തിലുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും. അതാണ് ജനറൽ ട്രേഡിങ്ങും മറ്റുള്ള ലൈസൻസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ജനറൽ ട്രേഡിംഗ് ലൈസൻസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു 15,000 ദിർഹംസ് മറ്റുള്ള ലൈസൻസിനേക്കാളും കൂടുതൽ എക്സ്ട്രാ വരും. പിന്നെ ഓരോ റിന്യൂവലിൻ്റെ സമയത്തും 3,000 ദിർഹംസ് എക്സ്ട്രാ വരും. ഇതാണ് ഫീസിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ ഇപ്പം കൊമേഴ്സും കൂടി ചെയ്യുന്ന ആളുകളുണ്ടാവും ചിലർ. അവർക്കൊരു ഷോപ്പ് റീറ്റെയിൽ ചെയ്യുന്നതോട് കൂടെ കൊമേഴ്സും കൂടി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അധികം ആളുകളും ഒരു ചില പ്രത്യേക പ്രൊഡക്റ്റ് മാത്രമല്ല, അവർ മൾട്ടിപ്പിൾ കമ്മോഡിറ്റീസ് ചെയ്യുന്നുണ്ടാവും. ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് അവർ സെയിൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ജനറൽ ട്രേഡിംഗ് ലൈസൻസ് തന്നെ വേണ്ടതായിട്ട് വരും. ഒരു ജനറൽ ട്രേഡിംഗ് ലൈസൻസ് ദുബായ് മെയിൻലാൻഡിൽ എടുക്കാൻ ഏകദേശം 30,000 ദിർഹംസോളമാണ് കോസ്റ്റ് വരുന്നത്. ഇനി കൊമേഴ്സ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ടാവും. അവർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഫ്രീ സോണിൽ ഇതേ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് മുഹമ്മദ് റഫീഖ് സൈനിങ് ഓഫ്.